ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, ഓ അത് എനിക്ക് അതിശയമൊന്നുമില്ല, ഞാനത് പ്രതീക്ഷിച്ചതാണ്. നമുക്കൊരു അതിശയവും തോന്നില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്തിനു അതിശയിക്കുന്നു, ഇല്ലേ? അവൾ എക്സാമിന് ഫെയിലായി. അപ്പോൾ വേറെ കേട്ടു നിന്ന ചില ആളുകൾ പറയുകയാണ്, അതിൽ അതിശയിക്കാൻ എന്തിരിക്കുന്നു, എനിക്കൊരു അതിശയം തോന്നുന്നില്ല അവൾ പരാജയപ്പെട്ടതിൽ. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് അതിശയമില്ല, ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമുക്കൊരു അതിശയമില്ല, ഒരു കാര്യം കാണുമ്പോൾ നമുക്കൊരു അതിശയവുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് നോ വണ്ടർ. വണ്ടർ എന്നാൽ സർപ്രൈസ്. നോ വണ്ടർ അത്ഭുതം ഇല്ല അല്ലെങ്കിൽ അതിശയം ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുക? നോ വണ്ടർ യു ആർ സോ ലേറ്റ്. നിങ്ങൾ താമസിച്ചു വന്നതിൽ ഒരതിശയവുമില്ല. എപ്പോഴും താമസിച്ചു വരുന്ന ആളാണെങ്കിൽ ഒരു ദിവസം താമസിച്ചു വരുമ്പോൾ എന്തെങ്കിലും അത്ഭുതം തോന്നുമോ? ഇല്ല. നോ വണ്ടർ യു ആർ സോ ലേറ്റ്. ഇനി ഇത് വേറൊരു തരത്തിലും പറയാം. ഇറ്റ്സ് നോ വണ്ടർ ദാറ്റ് യു ആർ സോ ലേറ്റ്. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. നോ വണ്ടർ യു ആർ സോ എക്സൈറ്റഡ്. നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് എന്നതിൽ ഒരു അത്ഭുതവും ഇല്ല. കാരണം പല കാര്യങ്ങളിലും നമ്മൾ എക്സൈറ്റഡ് ആവും. ചിലപ്പോൾ നല്ല വലിയ നേട്ടങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും. അപ്പോൾ അങ്ങനെ വലിയ നേട്ടമുണ്ടായി എക്സൈറ്റഡ് ആയി ഇരിക്കുന്ന ഒരാളോട് നോ വണ്ടർ യു ആർ സോ എക്സൈറ്റഡ്. നിങ്ങൾ എക്സൈറ്റഡ് ആവുന്നതിൽ അതിശയിക്കാനില്ല, അതിശയം ഇല്ല. നോ വണ്ടർ ഷീ ഈസ് ഹംഗ്രി. അവൾക്ക് വിശക്കുന്നതിൽ അതിശയമൊന്നുമില്ല. രാവിലെ ഒന്നും കഴിച്ചില്ല, ലഞ്ച് ടൈമിലും ഒന്നും കഴിച്ചില്ല, എന്നിട്ട് വിശന്നിരിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? നമുക്ക് അതിശയം തോന്നുമോ? ഇല്ല. അത് സാധാരണ സംഭവിക്കുന്നതാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വിശക്കും. നോ വണ്ടർ ഷീ ഈസ് ഹംഗ്രി. വിശന്ന് വലഞ്ഞ് ഒരു കുഞ്ഞു കുട്ടി ഇരുന്ന് കരയുന്നു. അപ്പോൾ നോ വണ്ടർ ദ ബേബി ഈസ് ക്രൈയിങ്. ആ കുട്ടി കരയുന്നതിൽ അതിശയിക്കാനില്ല. ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൽ അതിശയമില്ല. നോ വണ്ടർ ദ ബേബി ഈസ് ക്രൈയിങ്. നോ വണ്ടർ യു ലോസ്റ്റ് ദ ഗെയിം. നിങ്ങൾ ആ ഗെയിം പരാജയപ്പെട്ടതിൽ ഒരത്ഭുതവും ഇല്ല. നന്നായി കളിച്ചാലല്ലേ ഗെയിം വിൻ ചെയ്യൂ. അപ്പോൾ ആ കളിയിൽ പരാജയപ്പെട്ടതിൽ അതിശയിക്കാനില്ല. നോ വണ്ടർ യു ലോസ്റ്റ് ദ ഗെയിം. നോ വണ്ടർ ഹീ കുഡിൻറ്റ് കം. അവന് വരാൻ കഴിഞ്ഞില്ല എന്നതിൽ അതിശയമില്ല. നോ വണ്ടർ ഹീ കുഡിൻറ്റ് കം. അവന് തീരെ സുഖമില്ലാതെ കിടക്കുന്ന ആൾ എങ്ങനെ വരിക? അപ്പോൾ വരാത്തതിൽ അതിശയമില്ല. നോ വണ്ടർ യു ആർ ടയേർഡ്. യു ഹാവ് ബീൻ വാക്കിംഗ് ഫോർ അവേഴ്സ്. നോ വണ്ടർ യു ആർ ടയേർഡ്. യു ഹാവ് ബീൻ വാക്കിംഗ് ഫോർ അവേഴ്സ്. നിങ്ങൾ ടയേർഡാണ്, നിങ്ങൾ ക്ഷീണിതനാണ് എന്ന കാര്യത്തിൽ അതിശയമില്ല, ഒരത്ഭുതവും തോന്നുന്നില്ല. കാരണം എന്താ? യു ഹാവ് ബീൻ വാക്കിംഗ് ഫോർ അവേഴ്സ്. മണിക്കൂറുകളായി നിങ്ങൾ നടക്കുകയാണ്, നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ സമയമായി. അപ്പോൾ നിങ്ങൾ ടയേർഡാണ് എന്ന കാര്യത്തിൽ അതിശയമില്ല. നോ വണ്ടർ ഹീ ഈസ് നോട്ട് ഹംഗ്രി. ഹി ഹാസ് ബീൻ ഈറ്റിംഗ് സ്വീറ്റ്സ് ഓൾ ഡേ. നോ വണ്ടർ ഹീ ഈസ് നോട്ട് ഹംഗ്രി. ഹി ഹാസ് ബീൻ ഈറ്റിംഗ് സ്വീറ്റ്സ് ഓൾ ഡേ. ദിവസം മുഴുവൻ സ്വീറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് വിശക്കുക? അതുകൊണ്ട് തന്നെ നോ വണ്ടർ ഹീ ഈസ് നോട്ട് ഹംഗ്രി. അവന് വിശക്കുന്നില്ല എന്നതിൽ അതിശയമില്ല. യു ഈറ്റ് സോ ലിറ്റിൽ. നോ വണ്ടർ യു ആർ സ്ലിം. യു ഈറ്റ് സോ ലിറ്റിൽ. നോ വണ്ടർ യു ആർ സ്ലിം. നിങ്ങൾ സ്ലിം ആയിരിക്കുന്നതിൽ അതിശയമില്ല, അതിന് അത്ഭുതപ്പെടാനില്ല. കാരണമുണ്ട്. യു ഈറ്റ് സോ ലിറ്റിൽ. നിങ്ങൾ വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. നോ വണ്ടർ വാട്ട് എവർ ഹാപ്പൻസ്. എന്ത് സംഭവിച്ചാലും അതിശയിക്കാനില്ല. അപ്പോൾ പല കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരതിശയവുമില്ല, എന്ത് സംഭവിച്ചാലും അതിശയിക്കാനില്ല. നോ വണ്ടർ ഷീ ഈസ് ആംഗ്രി അറ്റ് മീ. അവൾക്ക് എന്നോട് ദേഷ്യമാണ്. ഷീ ഈസ് ആംഗ്രി അറ്റ് മീ. നോ വണ്ടർ ഷീ ഈസ് ആംഗ്രി അറ്റ് മീ. അവൾക്ക് എന്നോട് ദേഷ്യമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അത്ഭുതമില്ല. നോ വണ്ടർ യു ഡോണ്ട് ടോക്ക് മച്ച്. നിങ്ങൾ അധികം സംസാരിക്കാറില്ല, അതിൽ അതിശയിക്കാനില്ല.
ഇറ്റ്സ് നോ വണ്ടർ ദാറ്റ് ഹീ ഫെയിൽഡ്. അവൻ ഫെയിലായി, അവൻ പരാജയപ്പെട്ടു എന്നതിൽ ഒരതിശയവും ഇല്ല. ഇറ്റ്സ് നോ വണ്ടർ ദാറ്റ് ഹീ ഫെയിൽഡ്. ഇറ്റ്സ് നോ വണ്ടർ ദാറ്റ് ഹീ പാസ് ദി എക്സാമിനേഷൻ. അവൻ എക്സാം പാസ്സായി എന്നതിൽ ഒരതിശയവുമില്ല. അവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇറ്റ്സ് നോ വണ്ടർ ദാറ്റ് ഹീ പാസ് ദി എക്സാമിനേഷൻ. അപ്പോൾ നോ വണ്ടർ എന്ന ഫ്രേസ് ഉപയോഗിക്കുക.